ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചു. ഇതിനുശേഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യും. CPM മത്സരിക്കുന്ന 15 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഏകദേശ ധാരണയായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ പട്ടികയിൽ നിന്നുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഒരു പേരിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ നാളത്തോടെ ഉണ്ടായേക്കും. നാളെ രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇറങ്ങും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും ഇളമരം കരീം കോഴിക്കോടും മത്സരിക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLA വി ജോയ് ആറ്റിക്കൽ കോട്ട തിരിച്ചുപിടിക്കാൻ ഇറങ്ങും. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണനെ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ ശുപാർശ. പക്ഷേ TV രാജേഷിന്റെ പേര് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ടെന്നാണ് വിവരം. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ കണ്ണൂരിൽ മത്സരത്തിനിറങ്ങും. പൊന്നാനിയിൽ KT ജലീൽ മത്സരിക്കണമെന്നാണ് CPMന്റെ താൽപര്യം. B വസീഫ്, VP സാനു എന്നീ പേരുകളും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. മലപ്പുറത്ത് VP സാനു, അബ്ദുള്ള നവാസ് എന്നീ പേരുകളാണ് ചർച്ചയിലുള്ളത്. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സാജു പോൾ, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പുഷ്പദാസ് എന്നീ പേരുകളും പരിഗണിക്കുന്നുണ്ട്. കൊല്ലം മണ്ഡലത്തിൽ NK പ്രേമേന്ദ്രനെ നേരിടാൻ M മുകേഷിനെയാണ് ജില്ലാ പാർട്ടി നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഐഷ പോറ്റിയുടെ പേര് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും പൊതുസ്വതന്ത്രനായി വന്നേക്കും. ആലപ്പുഴയിൽ ആരിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എറണാകുളത്ത് പൊതുസ്വതന്ത്രനെയാണ് പാർട്ടി ചിന്തിക്കുന്നത്. യേശുദാസ് പറപ്പള്ളി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നിവരുടെ പേരുമുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം. 3 വനിതകളെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും അംഗീകാരത്തിന് പിന്നാലെ ഈ മാസം 27-ന് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മീഡിയ 1 തിരുവനന്തപുരം.